ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപക്ഷ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഫോട്ടോ ഫിനിഷിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഓൾറെഡി ലിവർപൂൾ ചാമ്പ്യന്മാരല്ല, ഇനി എന്താ അവിടെ ഫോട്ടോ ഫിനിഷ്? രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സണൽ 71 പോയിന്റേ ഉള്ളൂ, ലിവർപൂളിനാണ് 83 പോയിന്റ്, പിന്നെ എന്താണ് ഫോട്ടോ ഫിനിഷ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. കാരണമുണ്ട്. അതെന്ന് പറഞ്ഞാല് നാളത്തെ അവസാന മത്സരം ലീഗിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടാൻ 5 ടീമുകൾ മത്സരിക്കുന്നത്. 3 സ്ലോട്ടേ ഉള്ളൂ, അത് 5 ടീമുകളാണ് മത്സരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ പോയിന്റ് ടേബിളിലേക്ക് വരാം. ലിവർപൂൾ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂൾ 37 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 83 പോയിന്റാണ്. രണ്ടാം സ്ഥാനത്തുള്ള ആഴ്സണൽ 37 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 71 പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി 37 മത്സരങ്ങളിൽ നിന്ന് 68 പോയിന്റുമാണ്. നാലാം സ്ഥാനത്തുള്ള ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് 37 മത്സരങ്ങളിൽ നിന്ന് 66 പോയിന്റ് ഉണ്ട്. അഞ്ചാം സ്ഥാനത്തുള്ള ചെൽസി 37 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 66 പോയിന്റുമായിട്ട് അവിടെ ഉണ്ട്. അതേപോലെ ആറാം സ്ഥാനത്തുള്ള ആസ്റ്റൺ വില്ല 37 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 66 പോയിന്റുമായിട്ട് സെയിം 3 ടീമുകൾ ഒരേ പോയിന്റ് നിൽക്കുന്നത്. അതേപോലെ ഏഴാം സ്ഥാനത്തുള്ള നത്തിങ്ഹാം ഫോറസ്റ്റ് 65 പോയിന്റുമായിട്ട് ഏഴാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതില് പോയിന്റ് പറ്റി നോക്കുമ്പോൾ 68, 66 പോയിന്റിൽ 3 ടീമുകൾ, അതേപോലെ 65 നത്തിങ്ഹാം ഫോറസ്റ്റ്. അപ്പോൾ ഈ 5 ടീമുകളിൽ 3 സ്ലോട്ട് ഉണ്ട്. ഓൾറെഡി ലിവർപൂളും ആഴ്സണലും ചാമ്പ്യൻസ് ലീഗ് യോഗ്യം നേടി. ടോട്ടൻഹാം ഹോട്ട്സ്പർ യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാരായിട്ട് ഡയറക്റ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇനി 3 സ്പോട്ടിലേക്ക് ഇവര് ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയിട്ട് 5 ടീമുകൾ മത്സരിക്കണം. അപ്പൊ നാളത്തെ മത്സരം തീപ്പാറും. ഇപ്പോൾ സിറ്റി 68 പോയിന്റാണ്. സിറ്റി നാളെ ഒരു പരാജയമാണെങ്കിൽ മറ്റുള്ള ടീമുകൾ ഏതെങ്കിലും 2-3 ടീമുകൾ ജയിക്കാൻ പറ്റിയാൽ സിറ്റിന്റെ കാര്യം യൂറോപ്പ ലീഗിലേക്ക് താഴ്ത്തപ്പെടും. അപ്പൊ ഇതിൽ ഏതൊക്കെ ടീമാണ് നാളെ ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടുക, അതേപോലെ ഏതൊക്കെ ടീമാണ് യൂറോപ്പ ലീഗിലേക്ക് വഴുതി വിടുക എന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഞാൻ പറയാം, സിറ്റി, ന്യൂകാസ്റ്റൽ യുണൈറ്റഡ്, ചെൽസി, ആസ്റ്റൺ വില്ല, നത്തിങ്ഹാം ഫോറസ്റ്റ്, ഇവര് 5 ടീമുകളാണുള്ളത്. ഇതിൽ ഏതൊക്കെ ടീമുകൾ ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യത നേടും, അതേപോലെ യൂറോപ്പ ലീഗിലേക്ക് വഴുതി വിടും എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഇവരുടെ കളി നാളെ ഇന്ത്യൻ സമയം 8:30 രാത്രി നടക്കാൻ പോകുന്നത്, UAE സമയം 7 മണിക്കും. അപ്പോൾ നമുക്ക് ഇവരുടെ എതിരാളികൾ ആരൊക്കെയാണ്, നാളത്തെ എന്താണ് നടക്കാൻ പോകുന്നത് നോക്കാം. നാളത്തെ മത്സരത്തിൽ ഉള്ളത് മാഞ്ചസ്റ്റർ സിറ്റി ഫുൾഹാമിനെ നേരിടുന്നത് എവേ മത്സരമാണ്. എവേ മത്സരമാകുമ്പോൾ കുറച്ച് കട്ടിയാണ്. അതേപോലെ ആസ്റ്റൺ വില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ എവേ മത്സരത്തിലാണ് നേരിടാൻ പോകുന്നത്. അതേപോലെ എവർട്ടൺ ന്യൂകാസ്റ്റൽ ആയിട്ട് മത്സരമുണ്ട്. നത്തിങ്ഹാം ഫോറസ്റ്റും ചെൽസിയും തമ്മിൽ. അപ്പോൾ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അവിടെ കളിയിൽ. എന്താ പറയുക, 2 ടീമിൽ ആരെയും ഒരാൾ ജയിക്കുക, അല്ലെങ്കിൽ തോൽവി, അല്ലെങ്കിൽ സമനില. അങ്ങനെയാണെങ്കിൽ ജയിക്കാനേ പരമാവധി നോക്കുള്ളൂ. അപ്പൊ തീപ്പാറിയ ഒരു മത്സരം തന്നെ ആയിരിക്കും. പിന്നെ വരുന്നത് ടോട്ടൻഹാമിന് ബ്രൈറ്റൺ ഉണ്ട്. അതേപോലെ നാളത്തെ മത്സരങ്ങളൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ, പക്ഷേ ഈ മത്സരങ്ങളാണ് ഇമ്പോർട്ടന്റ്. ഈ ഇത്രയും ടീമുകൾ, ഈ 5 ടീമുകളുടെ മത്സരങ്ങൾ. അപ്പോൾ നാളെ എന്തായാലും വൈകിട്ട് 8:30 കളി കണ്ടോണ്ട് കളി ഒരിക്കലും നിരാശപ്പെടുത്തില്ല. എനിക്ക് തോന്നുന്നു നാളെ ഫോട്ടോ ഫിനിഷിൽ ആരൊക്കെ അവസാന മൂവ്മെന്റ് വരെ, അവസാന 90 മിനിറ്റ് വരെ ഒന്ന് കാണേണ്ടി വരും. എന്നാലാണ് ഇതിന്റെ ഒരു തീരുമാനം അറിയുള്ളൂ, ആരൊക്കെ യൂറോപ്യൻ ലീഗിലേക്ക് പോകും, ആരൊക്കെ ചാമ്പ്യൻസ് ലീഗിലേക്ക് പോകുന്നത്. ഇത് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, മുമ്പ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവസാന ടൈറ്റിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വർഷമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഓൾറെഡി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പോയിന്റിൽ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. 2 ടീമിനും ഒരേ പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അപ്പുറത്തെ മത്സരത്തിൽ 2-1 പരാജയപ്പെട്ട് നിൽക്കുകയാണ്. 90 മിനിറ്റ്സിന് ശേഷം ഇവർ 2 ഗോൾ തിരിച്ചടിച്ചിട്ട് കംബാക്ക് നടത്തിയിട്ട് ലീഗും തോക്കുന്നുണ്ട്. അവസാനം അഗ്വാറോന്റെ ഗോളാണ്. അഗ്വാറോ ഗോൾ അടിച്ചിട്ട് കഴിയാൻ 95-ാം മിനിറ്റിൽ എങ്ങനെയാണ് ഗോൾ അടിക്കുന്നത്, അങ്ങനെ ഷർട്ടൊക്കെ ഊരിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ട്. ആ കമന്റ് അഗ്വാറോ എന്ന് പറഞ്ഞിട്ട് കമന്റ് കണ്ടവർക്ക് അത് മറക്കില്ല. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ടിവിയിൽ, ഈ സൈഡിൽ ഇങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാണിച്ചുകൊണ്ടിരിക്കുക, അവര് സെലിബ്രേഷൻ ഒക്കെ തുടങ്ങി. പക്ഷേ ഇവിടെ പെട്ടെന്നായിരുന്നു ട്വിസ്റ്റ് ഉണ്ടായത്. 2-1 തോറ്റുകൊണ്ടിരുന്ന ഒരു ടീം 2 ഗോൾ തിരിച്ചടിച്ച് വിജയിക്കണം. അങ്ങനെ സിറ്റി ആ സീസണിൽ കപ്പ് തൂക്കുന്നത്. അപ്പോൾ അതേപോലത്തെ നാളത്തെ ഒരു ഫോട്ടോ ഫിനിഷ് ഉണ്ടാവും. അപ്പോൾ ഫുട്ബോൾ പ്രേമികൾ എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്നവർ ഒരിക്കലും മിസ്സാക്കരുത് നാളത്തെ കളി കാണുക. ഇതോടുകൂടിയിട്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളും വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫുട്ബോൾ കൂട്ടുകാരന്മാർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.